പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ 4-ന് പാലയിലും തിരുവനന്തപുരത്തും എത്തും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം അടങ്ങുന്ന സുപ്രധാന നിയോജക മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ റോഡ് ഷോയും നടത്തും. മാർച്ച് 29-ന് പാലക്കാട് തെരഞ്ഞെടുപ്പ് റാലിയും തൃശൂരിൽ റോഡ് ഷോയും പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. പിന്നാലെയാണ് BJP സവിശേഷ ശ്രദ്ധ നൽകുന്ന മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിൽ കൂടി എത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാർച്ച് 31-ന് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. അമിത്ഷാ ഏപ്രിൽ ആദ്യവാരം ഹരിപ്പാട്, തൃപ്പൂണിത്തുറ, തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ റാലികളിൽ പങ്കെടുക്കും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവർ അടക്കമുള്ള മുതിർന്ന നേതാക്കളും കേരളത്തിലെത്തും. ഗഡ്കരി മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങി ദേശീയപാതാ വികസനം സാധ്യമായ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും നിരവധി സ്ഥലങ്ങളിലെത്തും. പാലക്കാടും തൃശൂരും മോദി പ്രചാരണം നടത്തും. ഞായറാഴ്ച എത്തുമെന്നാണ് BJP പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. പാലക്കാട് മണ്ഡലത്തിലെ പരിപാടിയിൽ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളെയും വേദിയിലെത്തിച്ച് പൊതുപരിപാടിയായിട്ടായിരിക്കും നടക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രധാനമന്ത്രി പാലക്കാട് പ്രചാരണത്തിന് എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി തൃശൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് BJP വളരെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ. സംസ്ഥാനത്ത് BJP ഏറെ വിജയസാധ്യത കണക്കാക്കുന്ന A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്നതിൽ ഒന്നാണ് പാലക്കാട്. BJPയുടെ വനിതാ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ പാലക്കാട് പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJP 35% വോട്ട് വിഹിതം നേടിയിരുന്നു. അന്ന് മെട്രോമാൻ E. ശ്രീധരൻ 3859 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ടത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയ ചരിത്ര വിജയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള പാർട്ടിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 45 വർഷത്തെ ഇടതുകോട്ട തകർത്തുകൊണ്ട് BJP നയിക്കുന്ന NDA 101-ൽ 50 വാർഡുകൾ നേടി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തിരുന്നു. CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF 29 വാർഡുകളിലേക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF 19 വാർഡുകളിലേക്കും ചുരുങ്ങി. ഒരു ദശകത്തിന് മുൻപ് വെറും 6 വാർഡുകളിൽ ഒതുങ്ങിയ BJPക്ക് ഇത് വലിയ മുന്നേറ്റമാണ്. 23.08% വോട്ട് വിഹിതം നേടിയ BJP നഗരപ്രദേശങ്ങളിൽ എതിരാളികളെ മറികടന്നു. സംസ്ഥാനത്ത് 20% വോട്ട് വിഹിതം കടന്ന ഏക ജില്ല തിരുവനന്തപുരമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ച മേൽക്കൈ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ശക്തമായ അടിത്തറ നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തിയിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചിട്ടുള്ള നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മെച്ചപ്പെടുത്തി. 2026 സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള സാധ്യത തെളിയിച്ചിട്ടുമുണ്ട്. വട്ടിയൂർക്കാവിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28.77% വോട്ടോടെ രണ്ടാം സ്ഥാനത്തെത്തിയ BJP പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുന്നിലെത്തി. കഴക്കൂട്ടത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 37.1% വോട്ട് ലഭിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാറശാല, നെയ്യാറ്റിൻകര തുടങ്ങിയ ഗ്രാമീണ മേഖലകളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് LDFന്റെ സ്വാധീനം കുറയ്ക്കാൻ BJP ലക്ഷ്യമിട്ടിരുന്നു. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസത്തിൽ BJP മിഷൻ 2026 എന്ന പേരിൽ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും മിഷൻ 2026 ലക്ഷ്യമിടുന്നുണ്ട്. കോർപ്പറേഷൻ പിടിച്ചാൽ 45 ദിവസത്തിനകം മോദിയെ എത്തിക്കുമെന്ന് BJP വോട്ടർമാർക്ക് വാഗ്ദാനം നൽകി അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. 1987 ആദ്യമായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തത് ഗുജറാത്തിൽ സംഘടനാ സംവിധാനം ശക്തമാക്കുകയും ചെയ്തു. പിന്നീട് സംസ്ഥാന ഭരണം തന്നെ പിടിച്ചെടുത്ത അതേ തന്ത്രം കേരളത്തിലും നടപ്പിലാക്കാനാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ BJPയുടെ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുമുണ്ട്. സംസ്ഥാന തലത്തിൽ നഗരങ്ങളിൽ മുന്നേറ്റം നടത്തിയെങ്കിലും മൊത്തത്തിലുള്ള വോട്ട് വിഹിതം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നേരിയ തോതിൽ കുറയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.